ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 65-ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. പിറ്റേ ദിവസം പ്രത്യേക മാറ്റങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ ശീലവും ഭദ്രയും വർണ്ണയും ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു. ആ സമയം ഒരു കാറ് പാലക്ക തറവാടിൻ്റെ മുന്നിൽ വന്നു നിന്നു. അവർ 3 പേരും പരസ്പരം സംശയത്തോടെ കാറിലേക്ക് നോക്കി. കാറിൽ കോ ഡ്രൈവർ സീറ്റിൽ നിന്നിറങ്ങി വരുന്ന ആളെ കണ്ട് ശീലവും ഭദ്രയും മുറ്റത്തേക്ക് ഓടി ഇറങ്ങി. നീമി ചേച്ചി! അവർ ഇരുവരും ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചു. വർണ്ണ ഒരു പുഞ്ചിരിയോടെ മുറ്റത്തേക്ക് ഇറങ്ങാൻ നിന്നതും ഡ്രൈവർ സീറ്റിൽ ഇറങ്ങുന്ന ആളെ കണ്ട് അവളുടെ കാലുകൾ നിശ്ചലമായി. അവരെല്ലാവരും പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി വന്നു. ഇതല്ലേ വർണ്ണ ദേവേൻ്റെ വൈഫ്? ഇവര് പറഞ്ഞ എനിക്ക് ഇയാളെ അറിയാം. ചെറിയ കുട്ടിയാണെന്ന് ഇവർ പറഞ്ഞിരുന്നു. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നെ മനസ്സിലായാ? പാറു ചേച്ചിയുടെ അനിയത്തി പൂർണിമ, അവൾ പതർച്ചയോടെ പറഞ്ഞു. അതെ, ഇത് അഭിജിത്ത് അവൾ നാണത്തോടെ പാതി പറഞ്ഞു നിർത്തി. ജിത്തു, ഇതെൻ്റെ അനിയത്തിമാരാണ്. ഇത് ഷീലു, ഇത് ഭദ്ര. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്? എനിക്ക് മനസ്സിലായി. നിങ്ങളെ ചേച്ചി എപ്പോഴും നിങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അഭിജിത്ത് പുഞ്ചിരിയോടെ പറഞ്ഞു. ഇത് പറഞ്ഞ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. ഹായ്! അഭിജിത്ത് അവളെ നോക്കി പുഞ്ചിരിച്ചു. ഇതൊക്കെ ആരാ വന്നിരിക്കണേ? എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ? അകത്തേക്ക് വാ. പുറത്തേക്ക് വന്ന മാലതി അവരെ ക്ഷണിച്ചു. വാ ജിത്തു. നിമ്മി അവനെ വിളിച്ച് അകത്തേക്ക് നടന്നു. അവരെ പിന്നാലത്തേന് ശീലവും ഭദ്രയും പോയി. വർണ്ണ ഒരടെ അനങ്ങാനാവാതെ അവിടെ തന്നെ നിന്നു. വല്ലാത്തൊരു പേടി അവളുടെ ഉള്ളിൽ നിറഞ്ഞു. തന്നെ കണ്ടിട്ട് എന്തുകൊണ്ട് അഭിയേട്ടൻ പരിചയം കാണിച്ചില്ല? ഇനി ഇത് അഭിയേട്ടനല്ലേ? അതെ, ഇത് അയാൾ തന്നെയാണ്. പക്ഷെ നിമ്മി ചേച്ചിയുടെ കൂടെ ഇയാൾ എങ്ങനെ ഇവിടെ? അവൾക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. വർണ്ണ, അവിടെ എന്താ അങ്ങനെ തന്നെ നിൽക്കുന്നേ? അകത്തേക്ക് വാ. അപ്പോഴേക്കും അകത്തുനിന്ന് ശീലുവിൻ്റെ വിളി വന്നിരുന്നു. വർണ്ണ അകത്തേക്ക് വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ അഭിയും നിമ്മിയും ശീലവും ഭദ്രയും ഇരിക്കുന്നുണ്ട്. കുട്ടി എന്താ അവിടെ തന്നെ നിൽക്കണേ? ഇവിടെ വന്നിരിക്കേ. അവളുടെ നിൽപ്പ് കണ്ട് നിമ്മി പറഞ്ഞു. വർണ്ണ മനസ്സോടെ അവിടെ വന്നിരുന്നു. അവൾ 4 പേരെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ്. വർണ്ണ അതേസമയം അഭിജിത്തിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മേൽ അവൻ്റെ നോട്ടം എത്തി നിൽക്കുമ്പോൾ അവൾ ഒന്ന് നിഷ്കളങ്കമായി പുഞ്ചിരിക്കും. ശരിക്കും ആദ്യമായി തന്നെ കാണുന്ന പോലെ അവൻ്റെ ഒരു പെരുമാറ്റം. അവരുടെ വരവറിഞ്ഞ് മുത്തശ്ശിയും ദത്തൻ്റെ അമ്മയും അവിടേക്ക് വന്നു. ഒപ്പം ചന്ദ്രശേഖരനും. അവരെ സൽക്കരിക്കുന്നതിൽ മുന്നിൽ നിന്നതും അയാൾ തന്നെയാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ അഭിജിത്ത് അവിടെ ഉള്ളവരെ എല്ലാവരും കയ്യിലെടുത്തു. അവൻ്റെ നിഷ്കളങ്കത നിറച്ച പുഞ്ചിരിയും മുഖവും സംസാര രീതി എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അവർ പറയുന്ന തമാശകൾക്ക് അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. ഇതെല്ലാം കണ്ടു വർണ്ണയ്ക്ക് അസ്വസ്ഥത തോന്നി. അവൾ ഒന്നും മിണ്ടാതെ എണീറ്റ് അടുക്കളയിലേക്ക് നടന്നു. ഈ കുട്ടിക്ക് ഇതെന്താ പറ്റി? ഒന്നും മിണ്ടാതെ ഇരിക്കണോ? ഇത് പതിവുള്ളതല്ലോ. അവൾ പോകുന്നു നോക്കി മുത്തശ്ശി പറഞ്ഞു. അത് സാരമില്ല, അവൾ ഇത്തിരി കുശമ്പുള്ള കൂട്ടത്തില്ല. ഞങ്ങളെ നിമ്മി ചേച്ചിയോട് കൂടുതൽ അടുത്തിരിക്കുന്ന കരുതിയിട്ടുണ്ടാവും. പാവം, ശീലു പറഞ്ഞു. അത്ര പാവമൊന്നുമല്ല. അത് കേട്ട് മാലതി ചെറിയ ദേഷ്യത്തിൽ പറഞ്ഞു. വർണ്ണ അടുക്കളയിലെത്തുമ്പോൾ ചെറിയമ്മ വന്നവർക്ക് ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. വർണ്ണ ചെറിയമ്മയെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് പുറത്ത് തല വെച്ച് നിന്നു. എന്താ ചെറിയമ്മയുടെ കുട്ടിക്ക് പറ്റിയേ? മുഖത്തൊരു വാട്ടം. ഒന്നുമില്ല, ഒരു തലവേദന പോലെ. ടാബ്ലറ്റ് കഴിച്ചില്ലേ? പോയ പനി ഇനി വീണ്ടും വരുമോ ഈശ്വര? ചെറിയമ്മ ടെൻഷനോടെ അവിടെ നെറ്റിയിൽ തൊട്ടു. ഇല്ല ചെറിയമ്മ, കുഴപ്പമൊന്നുമില്ല. എന്ന് ഞാനിത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ. മോള് പോയി കുറച്ച് നേരം കിടന്നോ. ചെറിയമ്മ ചായ എടുത്ത് ഡൈനിങ് ടേബിളിൻ്റെ അരികിലേക്ക് നടന്നു. അവളെന്തോന്നും മിണ്ടാതെ പോകുന്നേ?
കാരണം മറ്റാരെയും ശ്രദ്ധിക്കാതെ റൂമിലേക്ക് പോയതുകൊണ്ട് ഷീല ചോദിച്ചു. അവൾക്ക് വയ്യാന്ന്, തലവേദന അത്രേ. ചെറിയമ്മ അത് പറഞ്ഞു. ബദ്രയും ഷീല അവളുടെ പിന്നാലെ മുകളിലേക്ക് ഓടിയിരുന്നു. അവൾ എന്തു പറഞ്ഞിട്ടാണ് ഇതിന് രണ്ടിനെയും കറക്കിയെടുത്തേ? വർണ്ണന്ന് പറഞ്ഞാൽ രണ്ടിനും തേനും പാലൊഴുകും. അവർ പോകുന്നത് കണ്ട് മാലതി പല്ല് കടിച്ചു. അതേസമയം മറ്റു പലരുടെയും മുഖത്ത് പക നിറഞ്ഞു. വർണ്ണ റൂമിൽ വന്ന് ദത്തനെ വിളിക്കാനായി ഫോൺ എടുത്തെങ്കിലും പിന്നീട് അവൾ അത് വേണ്ടാന്ന് വെച്ചു. അഭിജിത്തിന്റെ ഭാഗത്തുനിന്ന് പേടിക്കാൻ മാത്രം ഒരു പ്രവൃത്തി ഉണ്ടാവാത്തതുകൊണ്ട് ദത്തനെ വിളിച്ചത് ടെൻഷൻ അടിപ്പിക്കണ്ട, അവൻ പോയ കാര്യങ്ങൾ നടത്തി വരട്ടെ എന്ന് വർണ്ണ കരുതി. തനിക്ക് തലവേദനയെന്നറിഞ്ഞ ബദ്രയും ശീലും റൂമിലേക്ക് വന്നു. വർണ്ണ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കാൻ ശ്രമിച്ചുവെങ്കിലും അവരതിന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അവളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുവരും കടന്നു. രാത്രി ഭക്ഷണം കഴിക്കാൻ വന്ന് ചെറിയമ്മ വന്ന് വിളിച്ചപ്പോഴാണ് 3 ഉറക്കമുണർന്നത്. ഭക്ഷണം കഴിക്കുന്ന നേരവും വർണ്ണ ഇടയ്ക്കിടയ്ക്ക് അഭിയെ ശ്രദ്ധിച്ചുവെങ്കിലും സംശയിക്കാൻ പാകത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വർണ്ണ കുറേ നേരം ചെറിയമ്മയുടെ പിന്നാലെ നടന്നു. അവസാനം ചെറിയമ്മ വഴക്ക് പറഞ്ഞപ്പോഴാണ് അവൾ ശീലുവിൻ്റെ മധുരയുടെ റൂമിലേക്ക് പോയത്. ചാരിയിട്ട ഡോർ തുറന്ന് ശീലുവും മധുരയ്ക്കും ഒപ്പം അഭിയും നിമ്മിയും കൂടെ ഉണ്ടായിരുന്നു. അവർ കാണാതെ വർണ്ണ ഡോർ ചാരി തിരികെ പോവാൻ നോക്കിയെങ്കിലും പിന്നിൽ നിന്നും ഭദ്രയുടെ വിളി വന്നിരുന്നു. എന്താ വർണ്ണ തിരിച്ചു പോകുന്നേ? ഇവിടെ വന്നിരിക്കേ. വേറെ വഴിയില്ലാത്ത കാരണം അവളും അവരുടെ അരികിൽ വന്നിരുന്നു. വർണ്ണയുടെ ഹസ്ബൻഡ് എവിടെ? അഭിജിത്ത് ചോദിച്ചു. ഏട്ടൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരിടം വരെ പോയിരിക്കുക, 4 ദിവസം കഴിഞ്ഞാൽ വരും, ഭദ്ര പറഞ്ഞു. അപ്പം 4 ദിവസം ഉണ്ടല്ലേ? അഭിജിത്ത് വർണ്ണയെ നോക്കിയൊരു പുഞ്ചിരോടെ ചോദിച്ചത് അവളുടെ മനസ്സിൽ വല്ലാതെ പേടി നിറഞ്ഞു. ദത്തനൊന്ന് വിളിക്കാൻ അവൻ്റെ ശബ്ദം കേൾക്കാൻ അവൾക്ക് വല്ലാത്ത കൊതി തോന്നി. അവൾ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആണ്. പാർട്ടി എന്നെ കണ്ടാൽ ദത്തൻ്റെ കൂടെയുള്ള ആരെങ്കിലും നമ്പർ കിട്ടുമോ എന്നെങ്കിലും വിചാരിച്ച് ദത്തനോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ച് അവൾ ഇരുന്നു. തനിക്ക് എന്തോ അപകടം വരുന്ന പോലെ വർണ്ണയ്ക്ക് തോന്നി. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ അപ്പം വരാം, അത് പറഞ്ഞ് വർണ്ണ നേരെ റൂമിലേക്ക് പോയി. പക്ഷെ പാർട്ടിയായിട്ട് സ്റ്റേഷനിൽ നിന്ന് വന്നിട്ടില്ല. തിരികെ ഭദ്രയുടെ റൂമിൽ പോയ അഭിജിത്തിനെ കാണേണ്ടി വരും. മാത്രമല്ല പാർട്ടിയേട്ടൻ വന്നാൽ അറിയുകയില്ല. അതുകൊണ്ട് അവൾ തൻ്റെ റൂമിലേക്ക് തന്നെ നടന്നു. ഡോർ ലോക്ക് ചെയ്ത് കബോർഡിൽ നിന്നും ദത്തൻ്റെ ഒരു ടീഷർട്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ ബെഡിൽ വന്ന് കിടന്നു. കുറേ തവണ ദത്തൻ്റെ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കുറേ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നെങ്കിലും അവൾക്ക് ഉറക്കം വന്നില്ല. പാർട്ടിയേട്ടൻ വന്നിട്ടുണ്ടാവോ? സമയം 12 മണി കഴിഞ്ഞല്ലോ. അവൾ ബെഡിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് നടന്നു. അവളുടെ മനസ്സിൽ ദത്തനോട് സംസാരിക്കണം എന്ന ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാർട്ടിയുടെ റൂം ഇപ്പോഴും ലോക്കാണ്. അതിൽ നിന്ന് അവൻ വന്നിട്ടില്ല എന്ന് വർണ്ണയ്ക്ക് മനസ്സിലായി. അവൾ നേരെ മുകളിലെ നീല മരാന്തയുടെ അരികിലേക്ക് നടന്നു. ഒരു തണുത്ത കാറ്റ് അവളെ തഴുകിപ്പോയതും അവൾ കൈവരി പിടിച്ച് കണ്ണുകൾ അടച്ചങ്ങനെ കുറച്ചു നേരം നിന്നു. അരയിലൂടെ 2 ബലിഷ്ഠമായ കൈകൾ തന്നെ ചുറ്റിപ്പിടിച്ചതും വർണ്ണ ഞെട്ടി കണ്ണു തുറന്നു. തിരിഞ്ഞു നോക്കാതെ തന്നെ അതാരാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൾ തൻ്റെ സർവ്വശക്തി എടുത്ത് അയാളെ പിന്നിലേക്ക് തള്ളി. എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ നീ ഇവിടേക്ക് വന്നേ? എന്നെ ദ്രോഹിച്ചിട്ട് മതിയായില്ല നിനക്ക്? വർണ്ണ തിരിഞ്ഞ് അഭിജിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എൻ്റെ ഉദ്ദേശം ഇവിടേക്ക് വന്നതിൻ്റെ കാരണം ഒന്നാണ്, നീ മാത്രം. അത്ര എളുപ്പം എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാമെന്ന് കരുതിയാ? നിനക്ക് ഭ്രാന്താണ്. എനിക്ക് നിന്നോട് വെറുപ്പാണ്. അങ്ങനെ പറഞ്ഞ എന്നെ സേടാക്കാതെ എൻ്റെ മുറപ്പെണ്ണെ, നിനക്കും വേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്ന ഞാൻ. അപ്പം നിമ്മി ചേച്ചി, നീ ചേച്ചി പറ്റിക്കുകയാണോ? ഞാനും പൂർണിമയും ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യണേ. ഞങ്ങൾ ആദ്യം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ അവളുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിഞ്ഞപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒതുക്കാൻ തോന്നിയില്ല. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് വളച്ചെടുത്തത്. കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടി. അവളെ മായയ്ക്ക് കുറച്ച് പണം ഒപ്പിച്ചിട്ട് ലൈഫ് ഒന്ന് സെറ്റിൽഡ് ആവാമെന്നും പിന്നെ അവളെ നൈസാക്കിയിട്ട് ഒഴിവാക്കാമെന്നും കരുതിയത്.
ആ ഇടയ്ക്ക് അവളുടെ കുടുംബക്കാരുടെ ഫോട്ടോ കാണിച്ചു തന്നതിൻ്റെ ഇടയിൽ അവളുടെ ഏട്ടൻ്റെ ഭാര്യയും ഞാൻ കണ്ടത്. അതോടെ അവളെ വെറുതെ വിട്ട് കളയാൻ തോന്നിയില്ല. നിന്നിലേക്ക് എത്താൻ അവളാണ് ഏറ്റവും നല്ല മാർഗം. പിന്നെ അതുമാത്രമല്ല, വേറെ ചില നേട്ടങ്ങൾ കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ. നിന്റെ ഒരു ബുദ്ധി ഈ വീട്ടിൽ നടക്കില്ല അഭിജിത്തെ. നിനക്ക് ദത്തനെ അറിയാലോ. അവനെങ്ങാനും അറിഞ്ഞ പിന്നെ നിന്നെ ബാക്കി വെക്കില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. അവൻ കൂടെയുള്ള ധൈര്യത്തിലാണ് നിന്റെ ഈ നെകളിപ്പെന്ന് എനിക്കറിയാം. അധിക കാലം ഉണ്ടാകില്ല. അവൻ ദേഷ്യത്തെ ചീറി. വർണ്ണയെ ഒരു നിമിഷം പകച്ചു പോയിരുന്നു. അവൻ പറഞ്ഞു, ശരിയാണ്, ദത്തനാണ് എൻ്റെ ധൈര്യം. അവൾ സ്വയം പിറുപിറുത്തു. നീ ഒരു കാര്യം ഓർത്തോ, കുറച്ച് ദിവസത്തേക്ക് നിന്റെ സ്ഥാനം വെച്ച് താൻ എൻ്റെ ഏട്ടത്തിയാണ്. പൂർണിമയുടെ ഏട്ടൻ്റെ ഭാര്യ എൻ്റെ ഏട്ടത്തി കൂടിയാണ്. അതുകൊണ്ട് തനിക്ക് എന്നെ ഒരു സഹോദരനായി കാണാം. അത്രയും നേരം ക്രൂരത നിറഞ്ഞിരുന്ന അഭിജിത്തിൻ്റെ മുഖത്ത് മറ്റു ഭാവങ്ങൾ മിന്നി മറിഞ്ഞു. ഇപ്പോൾ നിഷ്കളങ്കത മാത്രമാണ് ആ മുഖത്ത്. അവൻ്റെ മുഖഭാവത്തിൻ്റെ അർത്ഥം മനസ്സിലാവാതെ വർണ്ണ തിരിഞ്ഞു നോക്കിയതും കുറച്ച് പിന്നിലായി തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന പാർവതി. വർണ്ണ ഈ സമയത്ത് എന്താ ഇവിടെ? ഉറങ്ങാറായില്ലേ? ഇയാളെന്താ? ഇയാളുടെ റൂം താഴെയല്ലേ? പാർവതി അത് പറഞ്ഞ് രണ്ടുപേരെയും മാറി മാറി നോക്കി. ഉറക്കം വരാത്തോണ്ട് ഞാനിവിടെ വെറുതെ നിൽക്കായിരുന്നു. അപ്പൊ വർണ്ണയാണ് ഇവിടേക്ക് വന്ന് സംസാരിച്ചേ. അഭിജിത്ത് പറയുന്നത് കേട്ട് വർണ്ണ ഞെട്ടി. ചേച്ചി പൂർണിമയുടെ ചേച്ചിയല്ലേ? പൂർണ്ണി എന്നോട് പറഞ്ഞിട്ടുണ്ട്. വർണ്ണയ്ക്കും മറ്റൊന്നും പറയാൻ അവസരം കൊടുക്കാതെ അഭിജിത്ത് വിഷയം മാറ്റി. വർണ്ണ കുറച്ചു മുമ്പ് ചേച്ചിയെ കുറിച്ച് പറഞ്ഞതേ ഓർമ്മയുള്ളോ. ചേച്ചിയുടെ സ്ഥാനമാണ് അവൾ തട്ടിയെടുത്തേന്നും അത് ഇവളുടെ കഴിവാണെന്നും പറഞ്ഞു. അധികം താമസിക്കാതെ ഈ വീട്ടിലെ പാർവതിയുടെ സ്ഥാനം വർണ്ണ കൈക്കലാക്കുമെന്നും പാർവതിയുടെ അഹങ്കാരം അവസാനിപ്പിക്കുമെന്ന് കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ പാർവതിയെ കണ്ടിട്ട് അത്ര അഹങ്കാരമുള്ള പോലെ ആളായിട്ട് തോന്നുന്നില്ലല്ലോ. അഭിജിത്ത് അത്രയൊക്കെ പറഞ്ഞിട്ടും പാർവതിയുടെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല. ദേവേണ്ണനില്ലാത്ത കാരണം എനിക്ക് ഓഫീസ് ഡ്യൂട്ടി കുറച്ച് കൂടുതലായിരുന്നു. ഞാൻ ഓഫീസ് റൂമിൽ വർക്ക് ചെയ്യായിരുന്നു. തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴാണ് നിങ്ങളെ കണ്ടേ. വർണ്ണ വാ, ഇന്നലെ പനി വന്നതല്ലേ? ഈ തണുപ്പത്ത് ഇങ്ങനെ നിൽക്കണ്ട. ഇനിയും പനി വരുത്തണ്ട. അഭിജിത്തും റൂമിലേക്ക് പോവാൻ നോക്ക്. പാർവതി വർണ്ണയുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു. അഭിജിത്ത് നിമിയെ കല്യാണം കഴിക്കാൻ പോണ ആളായിരിക്കാം. എന്ന് വെച്ചിട്ട് ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇപ്പം ഇടപെടാൻ അഭിജിത്തിന് അവകാശമില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് അഭിജിത്ത് എനിക്ക് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് വർണ്ണയുടെ. അത് പറഞ്ഞ പാർവതി നേരെ വർണ്ണയുടെ റൂമിലേക്ക് നടന്നു. നീ എന്തിനാ രാത്രി അവിടെ പോയി എന്ന് പാർവതി ഗൗരവത്തിൽ ചോദിച്ചു. തത്തനെ വിളിച്ച് കിട്ടുന്നില്ല, അതുകൊണ്ട് പാർത്തിയേട്ടനെ നോക്കാൻ വന്നതാ. പാർത്തിയേട്ടൻ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവിടെ കാത്തു നിന്നതാ. ഏട്ടന് നൈറ്റ് ഡ്യൂട്ടി കൂടി ഉണ്ട്. ഇനി നാളെ രാവിലെ വരുള്ളൂ. നീ പോയി കിടന്നോ? പറഞ്ഞ അവളുടെ റൂമിന് മുന്നിലാക്കി പാർവതി പറഞ്ഞു. പക്ഷെ വർണ്ണ അകത്തേക്ക് പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തേ? പാർവതി ചോദിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. എന്നെ ഭദ്രയുടെ റൂമിലേക്ക് ആക്കി തരുമോ? അവർ വിളിച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കിടക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ കിടന്നു കാണും. വാ. പാർവതി അവളെയും കൂട്ടി തൻ്റെ റൂമിലേക്കാണ് പോയത്. വാ. റൂമിന് പുറത്ത് നിൽക്കുന്ന പറഞ്ഞ് അവൾ അകത്തേക്ക് വിളിച്ചു. അല്പം മടിയോടെ അവൾ അകത്തേക്ക് കിടന്നോ. പാർവതി ബെഡ്ഷീറ്റ് ശരിക്ക് വിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ചേച്ചി കിടക്കുന്നില്ലേ? അവള് ഡോറ് വെറുതെ ചാരിയിട്ട് വർണ്ണയുടെ അടുത്ത് വന്ന് കിടന്നു. പാർവതിയുടെ റൂമിലേക്ക് കയറി വരാൻ ഈ വീട്ടിൽ ആർക്കും ധൈര്യം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് അവന്. വർണ്ണയ്ക്ക് അഭിജിത്തിന് മുൻപരിചയം ഉണ്ടാ? ഡോറിലേക്ക് നോക്കി കിടക്കുന്ന വർണ്ണയെ കണ്ട് പാർവതി ചോദിച്ചു. ഇല്ല, അവൾ പതർച്ചയോടെ പറഞ്ഞു. സത്യം പാർവതിയോട് പറയണമെന്നുണ്ടെങ്കിലും ദത്തനോട് ചോദിക്കാതെ പറയണ്ട എന്ന് അവൾക്കും തോന്നി. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ വർണ്ണ? എന്തിനാ ചേച്ചി ദേഷ്യം? വർണ്ണ പാർവതിക്ക് നേരെ തിരിഞ്ഞു നടന്നു. അന്നത്തെ വീട്ടിൽ വെച്ച് ഞാൻ ഇല്ല ചേച്ചി, ചേച്ചി അറിയാതെ ചെയ്താന്ന് എനിക്കറിയാം. സമയം ഒരുപാടായി, നീ ഉറങ്ങിക്കോ.
ചേച്ചി ഞാൻ ചേച്ചി കെട്ടിപ്പിടിച്ച് കിടന്നോട്ടെ? പാർവതിയുടെ മറുപടി പറയുന്നതിന് മുമ്പേ വർണ്ണ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്നു. ഇങ്ങനെ ചേച്ചിയുടെ കൂടെ കിടക്കുമ്പോൾ എനിക്ക് ആമ്മി ചേച്ചി ഓർമ്മ വരും. അവിടെ വീട്ടിലാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഉറങ്ങുക, ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കും. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ പാർവതി അവളെ കെട്ടിപ്പിടിച്ചു. പക്ഷെ നിൻ്റെ ആമ്മി ചേച്ചിയെ പോലെ അല്ല ഞാൻ. എൻ്റെ അനീത്തിമാരെ പോലെ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടില്ല. അവളെന്തോ ഓർമ്മയിൽ പറഞ്ഞു. ചേച്ചി പിന്നീണ്ടല്ലോ, അന്ന് നമ്മൾ ലക്ഷ്മി ചേച്ചിയുടെ കല്യാണത്തിന് പോയപ്പോൾ 2-3 ചേട്ടന്മാർ ചേച്ചിയെ കുറിച്ച് ഞങ്ങളോട് ചോദിച്ചിരുന്നു. ചേച്ചിയുടെ വീട്, പേര്, കല്യാണം കഴിഞ്ഞോ, ലൈനുണ്ടോ എന്നൊക്കെ. അത് കേട്ട് പറഞ്ഞ് പാർവതി ഒന്ന് തല ഉയർത്തി ചേരിച്ചു നോക്കി. പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ല. അവർ ചേച്ചിയുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്താതിരിക്കാൻ ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് ഞാനും ശീലും ഭദ്രയും കൂടെ പറഞ്ഞു. വർണ്ണ ഇടം കിട്ടുന്നത് പാർവതി ഒന്ന് നോക്കി. നിങ്ങൾ പറഞ്ഞതാണോ അത് വേറെ ആരെങ്കിലും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണോ? മനസ്സിലായില്ലേ? ധ്രുവ്യണ്ണ പറഞ്ഞേ ചേച്ചി ഏതെങ്കിലും ചെക്കന്മാരെ അന്വേഷിച്ച ധ്രുവ്യൻ്റെ ഫിയാൻസെന്ന് പറയാൻ. ധ്രുവ്യേട്ടൻ പാവ ചേച്ചി, ചേച്ചി ഒരുപാട് ഇഷ്ടം. ഉറങ്ങിക്കോ പറഞ്ഞ. പാർവതി മറ്റൊന്നും പറയാതെ കണ്ണടച്ച് കിടന്നു. രാവിലെ പാർവതിയാണ് ആദ്യം ഉറക്കമുണർന്നത്. തന്നെ കെട്ടിപ്പിടിച്ച് തൻ്റെ മേൽ കൈയും കാലും കയറ്റി വെച്ച് കിടക്കുന്ന വർണ്ണയെ പാർവതി കുറേ നേരം നോക്കിക്കിടന്നു. ശേഷം അവളുടെ നെറുകയിലൊന്ന് തലോടിയ ശേഷം അവളുടെ കൈയും കാലും തൻ്റെ മേലിൽ നിന്ന് എടുത്തു മാറ്റി. പാർവതി ബെഡിൽ എണീറ്റ് ഇരുന്നതും ചുറ്റും നിൽക്കുന്നവരെ കണ്ട് അവളൊന്ന് ഞെട്ടി. പാർത്തിയും തത്തനും ഒഴികെ ആ വീട്ടിലുള്ള എല്ലാവരും അവളുടെ റൂമിലുണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു അമ്പരപ്പായിരുന്നു. വർണ്ണയെ കാണാത്തതുകൊണ്ട് ഭദ്ര രാവിലെ അവളെ അന്വേഷിച്ച് റൂമിലേക്ക് വന്നാണ്. റൂമിൽ അവളെ കാണാത്തതുകൊണ്ട് അവൾ വീട് മുഴുവൻ വർണ്ണയെ നോക്കാൻ തുടങ്ങി. അന്നത്തെ പോലെ വല്ല അപകടവും പറ്റിയെന്ന പേടിയിൽ അവൾ നേരെ ചെന്ന് ചെറിയമ്മോട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവളെ അന്വേഷിച്ചാണ് ചെറിയമ്മ പാർവതിയുടെ റൂമിലെത്തിയത്. പാറു, നീ എന്താ ഈ ഒരാൾ ഉറങ്ങുന്നത് കണ്ടില്ലേ അമ്മ? ശബ്ദം ഉണ്ടാക്കാതെ. അവൾ പതിയെ പറഞ്ഞ് ബെഡിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടന്നു. അവൾക്ക് പിന്നാലെ മറ്റുള്ളവരും പുറത്തേക്ക് നടന്നു. ശീലു, പാർച്ചേച്ചിക്ക് തലക്കടി കിട്ടിയ എന്തപ്പം ഇങ്ങനെ? നീ ഒന്ന് മാറിക്ക്, ആദ്യം അവൾക്ക് ജീവനുണ്ടോ നോക്കട്ടെ. ശീലു ബെഡിൽ വന്നിരുന്ന വർണ്ണയ്ക്ക് ശ്വാസം ഉണ്ടോ നോക്കി. ഓ തട്ടിപ്പോയിട്ടില്ല. എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. ഇനി ഇതെല്ലാം പാർവതി ചേച്ചിയുടെ അഭിനയാണോ? ദൈവത്തിനറിയാം. ശീല മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും മുറയ്ക്ക് പുറത്തു നിന്ന് മാലതിയുടെ ഉറക്കെയുള്ള ശബ്ദം ഉയർന്നിരുന്നു. വാ ശീലു, അവിടെ അടി തുടങ്ങി, പോയി ലൈവായിട്ട് കാണാം. അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, അപ്പൊ ആർക്കും വിശ്വാസമില്ല. ഇപ്പൊ കണ്ടില്ലേ, ആ കള്ളി എൻ്റെ പാറുമോളെ കൂടെ കറക്കിയെടുത്തു. അവളെ ഈ വീട്ടിൽ നിർത്തുന്നത് തന്നെ ശരിയല്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഏരണം കെട്ടവളൊന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. മാലതി പറഞ്ഞെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദേ, നിങ്ങളുടെ നാവിന് ലൈസൻസ് ഇല്ല എന്ന് വെച്ചിട്ട് എന്തും പറയാന്ന് കരുതണ്ട. ഈ വീട്ടിലുള്ളവരെ കറക്കിയെടുക്കേണ്ട കാര്യമൊന്നും പറഞ്ഞില്ല. ശീലു പറയുന്ന കേട്ട് മാലതി ശരിക്കും നോക്കി. കണ്ടോ, ആ പെണ്ണിവിടെ കാലെടുത്ത് വെച്ചിട്ട് മാസം 1 ആയില്ല. അപ്പോഴേക്കും കണ്ടില്ലേ കുടുംബത്തിൽ വഴക്ക് തുടങ്ങി. ഇവങ്ങനെയൊക്കെ സംസാരിക്കാൻ നിന്നെ ആരെ പഠിപ്പിച്ച ശീലു? മാലതി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ, വെറുതെ പറഞ്ഞേ കുറ്റപ്പെടുത്തണ്ടെന്ന്. ശീലു, നീ ആരോടെ എന്താ സംസാരിക്കണെന്ന് വല്ല ബോധമുണ്ടോ? ദത്തൻ്റെ അമ്മയുടെ ശബ്ദം ഉയർന്നു. അത് ചോദിക്കാൻ അമ്മയ്ക്ക് എന്താ അവകാശമുള്ളേ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്നിട്ട് എന്നെ ഗുണദോഷിക്കാൻ വാ. ശീലു ദേഷ്യത്തിൽ പറഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോയി. ഒരു മറുപടി പോലും പറയാനാവാതെ അമ്മ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. ഇതൊക്കെ അവളിന്ന് പഠിച്ചായിരിക്കും, അഹങ്കാരി. മാലതി ആരോടുന്നില്ലാതെ പറഞ്ഞു പുറത്തേക്ക് പോയി. വർണ്ണ ഉറക്കണീക്കുമ്പോൾ പാർവതി ഓഫീസിൽ പോകാൻ റെഡിയാവുമായിരുന്നു. ഗുഡ് മോർണിംഗ്, പാർവതി പുഞ്ചിരിയോടെ പറഞ്ഞു. ഗുഡ് മോർണിംഗ് ചേച്ചി. ചേച്ചി പോവാറായാ? ഇപ്പം തന്നെ ലേറ്റായി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഏട്ടാ. അവള് വേഗം ബാഗ് കൊടുത്ത് താഴേക്ക് പോയി. വർണ്ണ റൂമിലേക്ക് പോകുന്ന വഴി പാർത്തിയുടെ റൂമിലേക്ക് പോയെങ്കിലും അവൻ വന്നിട്ടില്ല.
പറഞ്ഞ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി വന്നു. ടേബിളിന് മുകളിലിരിക്കുന്ന ഫോൺ എടുത്ത് ദത്തനെ ഒന്ന് വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ്. പെട്ടെന്ന് പിന്നിൽ വാതിൽ അടയ്ക്കുന്ന ശബ്ദം കേട്ട് വർണ്ണ തിരിഞ്ഞു നോക്കി. വാതിലിൻ്റെ അരികിൽ നിൽക്കുന്ന അബിയെ കണ്ട് അവൾക്ക് വല്ലാത്ത ഭയം തോന്നിയെങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല. നീ എന്താ ഇവിടെ? ഇറങ്ങിപ്പോയി എൻ്റെ മുറിയിന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അലറി. നീ ഇങ്ങനെ ചൂടാതാവാതെ എൻ്റെ മുറപ്പെണ്ണെ, ഞാൻ പോവാം. പക്ഷെ ഞാനൊന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ, എന്നിട്ട് പോയിക്കൊള്ളാം. മര്യാദയ്ക്ക് ഇറങ്ങി പോവാനാണ് നിന്നോട് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ബഹളം വെക്കും. നീ പറയുന്നൊന്നും ഞാൻ കേൾക്കുന്നില്ല, എനിക്ക് താല്പര്യമില്ല. ബഹളം വെച്ചാൽ നിനക്ക് തന്നെയാണ് നഷ്ടം. നീ എന്നെ ഈ റൂമിലേക്ക് വിളിച്ചു വരുത്തിയാന്ന് ഞാൻ പറയും. അങ്ങനെ നീ എന്തെങ്കിലും പറയുമ്പോൾ ഇവിടെയുള്ളവർ നിന്നെ വിശ്വസിക്കുന്നതാണോ പറഞ്ഞ ചോദിച്ചു. എന്താ വിശ്വസിക്കാത്ത? മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും പൂർണ്ണി വിശ്വസിക്കും. മാത്രമല്ല, ഞാൻ നിൻ്റെ ആരാന്ന സസ്പെൻസ് ഞാനിവിടെ പൊളിക്കും. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള റിലേഷൻ നീ ഇവിടെ ഉള്ളവരോട് പറഞ്ഞില്ല എന്ന ചോദ്യം വരും. അതുകൊണ്ട് മോള് കൂടുതൽ അഭ്യാസങ്ങൾക്ക് നിൽക്കാതെ ഈ മുറച്ചിൽക്കും ചോദിക്കുന്നതിനുള്ള ഉത്തരം തരണം. അവൻ്റെ സ്വരത്തിലെ ഭീഷണി അവൾക്കും മനസ്സിലായിരുന്നു. നിന്റെ കെട്ടിയോൻ ആ ഗുണ്ട എന്നാ തിരികെ വരിക? അവൻ ഗുണ്ടയല്ല, പിന്നെ അവൻ ഉടനെ തിരികെ വരും. അന്ന് ഇതിനുള്ളതൊക്കെ അവൻ പലിശ ചേർത്ത് തന്നിരിക്കും നിനക്ക്. നിന്റെ വീറും വാശിയൊക്കെ കൊള്ളാം. സത്യം പറഞ്ഞ അവൻ നിന്നെ കെട്ടിയപ്പോൾ ഞാൻ കരുതിയത് കൂടിപ്പോയ ഒരാഴ്ച, അതിനുള്ളിൽ അവൻ നിന്നെ മടുക്കുന്നാണ്. പക്ഷെ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി. ഇതുപോലെ ഒരു വീട്ടിലെ ആളായിരിക്കും അവൻ എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്തായാലും നീ പുളിങ്കൊമ്പിൽ തന്നെ കയറി പിടിച്ചു. പക്ഷെ കാര്യമില്ല മോളെ, ഇതൊന്നും അനുഭവിക്കാൻ നിനക്ക് യോഗമില്ല. ജീവിതാവസാനം വരെ നീ അഭിജിത്തിൻ്റെ കാൽ കീഴിലായിരിക്കും. പിന്നെ സെക്കൻഡ് ഹാൻഡ് ആയിരിക്കുമല്ലോ എന്ന ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ തന്നെ നേരിട്ട് കണ്ടപ്പോൾ അത് മാറി. അവൻ നിന്നെ തൊട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ അവൻ നിന്നെ കെട്ടിയേ? പൂവിട്ട് പൂജിക്കാനാണോ? എന്തായാലും നീയൊന്നും നന്നായിട്ടുണ്ട്. വഷളാത്ത നിറഞ്ഞ നോട്ടത്തിലൂടെ അവൻ പറഞ്ഞു നിർത്തി. ഇറങ്ങിപ്പോടെ പൊട്ടി എൻ്റെ റൂമിൽ നിന്ന്, ഇല്ലെങ്കിൽ ഈ വർണ്ണ ആരാന്ന് നീ അറിയും. വർണ്ണയുടെ പെട്ടെന്നുള്ള ഭാവം മാറ്റ അഭിജിത്തിനെ ഒന്ന് ഞെട്ടിച്ചു. പക്ഷെ അവൻ അത് മറച്ചു വെച്ച് ഒരു പിച്ചു ചിരിയോടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അതേസമയം തന്നെയാണ് മറച്ചു വെച്ച ഫയൽ എടുക്കാനായി പാർവതി മുകളിലേക്ക് വന്നത്. അത് കണ്ട അബി അവളെ കാണാത്ത പോലെ ചുണ്ടുകൾ തടവി ഒരു പ്രത്യേക ഭാവത്തിൽ മുന്നോട്ട് വന്നു. പെട്ടെന്ന് അവളെ കണ്ട പോലെ മുഖത്തൊരു പതർച്ച വരുത്തി. അത് പിന്നെ വർണ്ണ വെറുതെ വിളിച്ചപ്പോൾ ഞാൻ... പാർവതി ഇതാരോടും പറയരുത്. അഭിജിത്ത് വെപ്രാളത്തിൽ താഴേക്ക് ഇറങ്ങിപ്പോയി. അതിനൊപ്പം അവൻ്റെ മുഖത്തൊരു വിജയച്ചിരി ഉണ്ടായിരുന്നു. അവൻ പോയി കഴിഞ്ഞ പാർവതി ഒന്നും മനസ്സിലാവാതെ അവിടെ തന്നെ നിന്നു. അതേ സമയത്ത് തന്നെ വർണ്ണ നെറ്റിയിലെ വിയർപ്പ് തുടച്ച് പുറത്തേക്ക് വന്നു. ചേച്ചി ചേച്ചി എന്താ ഇവിടെ? ഓഫീസിൽ പോയില്ലേ? അഭിജിത്ത് മുറിയിലേക്ക് കയറി വന്നതിൻ്റെ പേടി അപ്പോഴേക്കും വർണ്ണയ്ക്കും മാറിയില്ല. എന്നാൽ അവളുടെ ആ പതർച്ച പാർവതിയിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായിരുന്നു. ഒരു ഫയൽ എടുക്കാൻ വന്നു. അത് എടുക്കാൻ വന്നതാ. ആ എന്നാൽ ഞാൻ താഴേക്ക് പോവാ. വർണ്ണ താഴേക്ക് പോയി. പാർവതി ഫയലെടുത്ത് ഓഫീസിലേക്കും പോയി. ഉച്ചയ്ക്കാണ് പാർത്തി സ്റ്റേഷനിൽ നിന്ന് വന്നത്. വർണ്ണ ദത്തിനെ കുറിച്ച് ചോദിച്ചെങ്കിലും വ്യക്തമായ ഒന്നും ഭാരതി പറഞ്ഞില്ല. സ്റ്റേഷനിൽ കുറച്ച് തിരക്കുകളുണ്ടെന്നും പറഞ്ഞ് അവൻ കുളിച്ച് ഫ്രഷായി ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് തിരികെ പോയി. ഇനി ഇവിടെ നിൽക്കാൻ വയ്യ. ഏത് നേരത്തേക്കാവോ ഇവിടേക്ക് വരാൻ തോന്നിയേ? അമ്മായിയുടെ വീട്ടിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു. ദത്തനാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഇന്നും കിട്ടിയില്ലെങ്കിൽ നാളെ ധ്രുവേൻ്റെ വീട്ടിലേക്ക് പോയാലോ? 2 ദിവസം കൊണ്ട് ഈ വീട് മടുത്തു. എല്ലാവരും ചുറ്റുമുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട ഒരു ഫീല്, ഒരു സുരക്ഷിതത്വമില്ലാത്ത പോലെ. നീ എപ്പോഴാ തിരിച്ചു വരുന്നതാ? അബിയെ പേടിച്ചു പറഞ്ഞ റൂമിൽ തന്നെ സമയം കളഞ്ഞു. രാത്രി ചെറിയമ്മ വന്ന് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് അവൾ താഴേക്ക് വന്നത് പോലും. രാത്രി അവൾ ഭദ്രയുടെ റൂമിലേക്ക് വന്നുവെങ്കിലും ഇന്നലത്തെ പോലെ അവിടെ അഭിജിത്തുണ്ട്. എന്നും പാർവതിയുടെ കൂടെ കിടക്കുന്നത് ശരിയല്ലല്ലോ. അവൾ ഓരോന്നാലോചിച്ച് മുറിയിലേക്ക് നടന്നു.
തൻ്റെ റൂമിന് മുന്നിലായുള്ള സെറ്റിയിൽ പാർത്തിയും പാർവതി ഇരിക്കുന്നത് കണ്ട് വർണ്ണയ്ക്ക് പകുതി ആശ്വാസമായി. രണ്ടുപേരും അവരവരുടെ തിരക്കുകളിലാണ്. വർണ്ണയെ കണ്ടതും പാർവതി അവളുടെ അടുത്തേക്ക് വിളിച്ചു. ഉറങ്ങാറായ വർണ്ണ? ഇന്ന് ഭദ്രയുടെയും ശീലുവിൻ്റെയും കൂടെയാണ് കിടക്കണേ. എന്നും കൂടെ ഞാൻ ചേച്ചിയുടെ റൂമിൽ കിടന്നോട്ടെ. അതെന്താ അങ്ങനെ? ശീലുവിൻ്റെ റൂമിൽ സ്ഥലല്ലേ? പാർത്തി ചോദിച്ചു. സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ നിമ്മി ചേച്ചി ആ ചേട്ടനൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്കൊരു മടി. എനിക്ക് കുറച്ച് വർക്കുണ്ട്, കാരണം റൂമിൽ പോയി കിടന്നു, ഞാൻ ഇപ്പോൾ വരാം. വേണ്ട, എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്നാ പറഞ്ഞിട്ട് എൻ്റെ റൂമിൽ പോയി കിടന്നോ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പാറു പോകുമ്പോൾ തന്നെ വിളിച്ചോളും, വെറുതെ ഉറക്കം കളയണ്ട, പാർത്തി പറഞ്ഞു. സാരല്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. വേണ്ട പറഞ്ഞാ പോയി കിടന്നോളൂ, പോകുമ്പോൾ ഞാൻ വിളിക്കാം. പാർവതി കൂടെ പറഞ്ഞു. മനസ്സോടെ വർണ്ണ റൂമിലേക്ക് പോയി. ഡോറ് വെറുതെ ചാരിയിട്ട് അവൾ ബെഡിലേക്ക് കിടന്നു. ഓരോന്നാലോചിച്ച് അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. വയറിലൂടെ 2 കൈകൾ തന്നെ ചുറ്റിപ്പിടിച്ചപ്പോഴാണ് വർണ്ണ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. ചുറ്റും ഇരട്ടു മാത്രമാണ്. തൻ്റെ മേലുള്ള കൈകളുടെ പിടുത്തം മുറുകി. അതാരാണെന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യം, ഗന്ധം, സ്പർശം അവൾക്ക് അത്രയേറെ പരിചിതമായിരുന്നു. അവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ തിരിഞ്ഞ നെഞ്ചിലേക്ക് തല ചേർത്തു. അവൾ വിതുമ്പലോടെ വിളിച്ചു. പേടിച്ചു പോയ കുഞ്ഞെ? ദാത്തൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു. അങ്ങനെ നമ്മുടെ ദത്തൻ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അഭിജിത്തിനുള്ള പണി പിന്നാലെ വരുന്നുണ്ട്.